ഞങ്ങൾ അപ്പൊ ഇന്ന് ടൂർ പോവാണ്. ആദ്യം മൂന്നാറാണ് പോകുന്നത്. അതാണ്ട് താരൊക്കെ ഇവിടെ ഒരുങ്ങി സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. ഹായ് പറഞ്ഞേ. ഹായ്. 8 മണിക്ക് റെഡി ആവാന്ന് പറഞ്ഞ് റെഡി ആയിട്ട് ഇപ്പൊ 8 മണിക്ക് ഇവിടെ കുളിച്ച് ഒരുങ്ങുന്നേ ഉള്ളൂ. ഇവരൊക്കെ ഇതുവരെ റെഡിയായി ഇറങ്ങിയിട്ടില്ല. അപ്പം ചിലപ്പോൾ മൂന്നാർ പോയിട്ട് അവിടെ നേരെ തേക്കടി പോകും, ചിലപ്പോൾ വാഗമൺ പോകും. ഒന്നും പ്ലാൻ ചെയ്തില്ല. ഇവിടുന്ന് ഇപ്പം ഇറങ്ങും. എന്തായാലും ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അനന്തോണലും ഫാമിലിയുണ്ട്, ഞാനുണ്ട്, ദിലീപന്റെ ഫാമിലി ഉണ്ട്, രുതീഷ. ആരുമോളുടെ കുഞ്ഞു പൊതിയാണ്. പൊതിയൊക്കെ കെട്ടിയാണ് ടൂർ പോകുന്നത്. നല്ല മുട്ട പൊരിച്ചത്, മാങ്ങാച്ചാറ്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, ചമ്മന്തിപ്പൊടി. അമ്മ രാവിലെ ടൂർ പോകാൻ പൊതിയൊക്കെ കെട്ടി സെറ്റാക്കി തരുവാ. ഞാനും താരുമോളൊക്കെ ഞാൻ റെഡിയായി വന്നവര് താരുമോളുണ്ടോ? താരുമോൾ ഒരുങ്ങി സുന്ദരിയായിട്ടിരിക്കുക. ഒരു ഹായ് പറയടി. ഹായ് പറ. ഹായ് പറ. നമ്മള് ടൂർ പോവാ. രാവിലെ അനന്തോണിന്റെ വീട്ടിൽ നിന്ന് ദോശ നല്ല സാമ്പാർ കഴിച്ചു. തോർത്തിലിരിക്കുന്നതേ ഉള്ളൂ. ഇയാള് തുണി എടുത്തിട്ടില്ല. തീറ്റി പോറ്റി വളർത്തുക കഴിച്ചു. എന്ത് ചെയ്യാൻ പറ്റും? 4 ദോശയൊക്കെ എടുത്ത് ചാറയുന്ന രാവിലെ. അപ്പം ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോവാണ്. ആദ്യം നേരെ ഇവിടുന്ന് മൂന്നാറാണ് പോകുന്നത്. 8 മണിക്ക് പോകാൻ റെഡി ആയത്. ഇപ്പൊ 8:15 കഴിഞ്ഞ്. ഇനിയിപ്പോ 8:30 പോകുമ്പോഴത്തേക്ക് ദിലീപണ്ണ ഫാമിലി ഉണ്ട്, പിന്നെ രുതീഷണ്ണന്റെ ഫാമിലി ഉണ്ട്. ഞങ്ങൾ ഇറങ്ങി ഇനി അവരെ വിളിച്ചോണ്ട് ഇവിടുന്ന് നേരെ പോകണം. താരമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഹായ് പറഞ്ഞേ. ആയിട്ട് പോടേ. അപ്പം ബാക്കി വിശേഷങ്ങൾ കാണാം. സ്വന്തം ബാഗില്ലാതെ എന്റെ ബാഗാണ് കഴിച്ചത്. ഉണ്ടോ? സ്വന്തം ബാഗ് പോലും ഇല്ലാക്കില്ല. ചട്ടി കൂടെ വേണോ? ചട്ടി കൂടെ വേണോണ്ണ? ഞങ്ങളങ്ങനെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലെത്തി. ആരും ഇവിടെ പോത്ത് പോലെ ഇവിടെ ഇറങ്ങി ഇതൊക്കെ കണ്ട് എന്നിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ ഇവിടെ ഇറങ്ങി എല്ലാവരും പുറത്തിറങ്ങി. ആരും നല്ല ഉറക്കത്തില്ല. ബ്ലോഗറിനെ കണ്ടോ ഗൈസ്? അയ്യോ, എങ്ങനെയാ പറയുന്നേ? ഇവിടെ ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യം. കണ്ടോ? കണ്ട അക്രമമാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് രുതീഷ് അണ്ണനും ഫാമിലി. ഇത് ദിലീപ് അണ്ണൻ ഫാമിലി. അണ്ണ അങ്ങോട്ട് നോക്കി. അങ്ങനെ ഞങ്ങൾ സ്നാക്സ് കഴിക്കാൻ വന്നതാണ്. ഉഴുന്നോടെ ഉള്ളിയോടൊക്കെ എല്ലാം പാഴ്സലാന്ന് വാങ്ങിയേ? അല്ല, പോക്കറ്റ് ഇട്ടോ ഇയാളെ? ഇല്ല, ഇയാളൊരു വ്ളോഗറാണ്. ഇവിടെ വന്നപ്പോൾ അൺഎക്സെപ്റ്റഡ് ആയിട്ടാണ്. മന്ദബുദ്ധി വ്ളോഗർ. ടൂറൊക്കെ പോയിട്ട് ഭാഗ്യം പരീക്ഷിക്കാൻ ഞങ്ങൾ ഓരോ ലോട്ടറി ഒക്കെ എടുത്ത് ഷെയർ ലോട്ടറി. ഇപ്പോൾ എന്തോ നോക്കുന്നത് ഇവന്മാർ? ഇത് എന്തോ കാണിക്കുന്നതാണ് ഇവിടെ നോക്കുന്നുണ്ടോ? ചിരിക്കടി. അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോയില്ലയോ? നമ്മൾ നേരെ കൊടൈക്കനാലല്ല, മൂന്നാർ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീണ്ടും വണ്ടി കയറി വീണ്ടും യാത്ര തുടങ്ങും. ഞങ്ങൾ കറക്റ്റ് കുട്ടിക്കാനം, വാഗമൺ, ഏലപ്പാറ വഴിയാണ് മൂന്നാർ പോകുന്നത്. എപ്പോഴും അടിമാലി വഴിയല്ലേ പോകുന്നത്. അടിമാലിയിൽ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് റോഡ് തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. എനിക്കൊരു കള്ള് ഷാപ്പ് ഉണ്ട്. ജസ്റ്റ് ഒരു ഗ്ലാസ് കള്ള് കുടിച്ച് നോക്കാന്ന് കയറി. എങ്ങനെ ഉണ്ടെണ്ണാ? പോകുന്ന വഴിയിൽ കള്ള് ഷാപ്പ് കണ്ടപ്പോൾ ഒരു ഗ്ലാസ് കള്ള് കുടിക്കാൻ കയറിയാണ്. പനങ്ങളിലാണ്, പക്ഷേ കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ആനച്ചാല് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി ഇറക്കി. പൊതിയൊക്കെ കഴിച്ച് താരൂന് ചോറ് കൊടുക്കുക. തൈരും കൂട്ടി ചോറ്. എന്നാ കാന്തല്ലൂർ ഞാൻ റൂം ഇട്ടിട്ടുണ്ടോ? നോക്ക്. വലഞ്ഞു പോയി. എന്റെ താരൂനെയാണ് അമ്മ എപ്പോഴേക്കാൾ ചോറിനുള്ള സമയം കഴിഞ്ഞു. എന്തുവാടി നിന്റെ വായിലൊക്കെ? വിഷം തിരിക്കുന്ന എന്റെ കൊച്ചിനെ പിടിച്ച് കടിക്കലേ. കഴിക്കണ്ടേ? താരൂടെ ഓടി നടന്നാ ചോറിനെന്ന് കണ്ടോ? അവിടെ ഒരു ടീംസ് ചോറിനുമാണ്. ഇയാൾ നടന്നുകൊണ്ട് തിന്നെ. അതിനെ
കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ഉള്ള അവസ്ഥ ഉണ്ടോ, ചോറ് കൊടുക്കുന്ന പാട്. അത് അനന്തവണ്ണം കണ്ട് സെലക്ട് ചെയ്ത റൂമാ. ആ ഓർമ്മയുണ്ടോ? എന്ത് പരിപാടി അവിടെ? ചോറ് കഴിക്കുക. അവിടെ കാണൊക്കെ വണ്ടി ഓടിക്കുന്നേ. അഹങ്കാരിയെ പിടിച്ചകത്തിരുത്തി അക്രമം. മുനീറിന്റെ പ്ലാനിങ് ആയി പോയത്. മുനീർ മാമനെ ഇവിടെ ഒരു ഹായ് പറഞ്ഞേ. ടാറ്റ കൊടുത്തേ. ചെറുക്കൻ പനിയായിട്ടിരിക്കുവാണ്. ആ ടാറ്റ അത്രേ ഉള്ളൂ. ചോറ് കഴിക്കുന്നതിന് ടൂറൊക്കെ പോകുമ്പം ഇങ്ങനെ പൊതിയൊക്കെ കെട്ടി വന്ന് റോഡിലൊക്കെ ഇങ്ങനെ കഴിക്കാൻ പ്രത്യേക വൈബ് വേണം. പൊതിയൊക്കെ എങ്ങനെ ഉണ്ട്? ദിലീപണ്ണ എനിക്ക് പൊതി കെട്ടിക്കൊണ്ടുവന്നെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി നേരെ മൂന്നാറിലോട്ട് പോവാം. എല്ലാരും വണ്ടിയിലോട്ട് കയറുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ചെമ്പരത്തി പൂവിനെ പേടിയാ കേട്ടോ. എല്ലാരും വണ്ടിയിലൊക്കെ കയറുന്നുണ്ട്. നമ്മളിനി നേരെ മൂന്നാർ പോവാം. വേണ പോവാം, കേറ്. എപ്പോഴും ഒരേ വഴി കൂടല്ലേ മൂന്നാർ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെറൈറ്റി വഴിയാണ് പിടിച്ചു വന്നത്. രാജാക്കാട് അടിമാലി റോഡിലൊക്കെ കയറി പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്താ രസമല്ലേ. ഇടയുണ്ടോ? എവിടാ? അതിങ്ങടുത്ത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പഴേ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ റിസോർട്ട്. അതാണ് പൂള്. ഞാൻ വന്നപ്പോഴാണ് ഗെയിം കളിക്കാൻ തുടങ്ങിയോ. ഇതെന്തു സാധനം? ഐസ് ടീ. ഈ വണ്ടിയിൽ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഞാൻ ഫ്രണ്ടിൽ. ആരാ ഫ്രണ്ടിലാണ്? അനന്തോണ്ടാണ് ഫ്രണ്ടില്. ആ കയറി ഫ്രണ്ടിൽ ഇരി. ലഗേജ് അവര് കൊണ്ടുവന്നോളൂ. യോ ഫ്രണ്ട് വാങ്ങുന്നേ. ആനന്ദോണം കയറിയപ്പോ ഫ്രണ്ട് ആന കയറി പുറകിരുന്ന ഫ്രണ്ട് വന്നിട്ടില്ല. തന്നെ സെൻസർ ഉണ്ടോ പുറകിൽ? കോഫി കുടിക്കാൻ ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. റിസോർട്ടിൽ കാണുന്നത്. ചായ കുടിക്കാൻ വേറെ വണ്ടി എതിരെ വരുന്നത്. ഫോണില്ലയോ? ഫോണുണ്ടോ? ഫോണുണ്ട്. എവിടാ ഫോണ്? ഞങ്ങൾ അടിച്ചോളാം. അണ്ണാ എയർ ഫോണാ വണ്ടിക്ക്, അറിയാമോ? ചായ കുടിക്കാൻ അങ്ങനെ റെസ്റ്റോറൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി വ്യൂവും ഭയങ്കര റിസോർട്ടുമാണ്. അതാണ് ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. കോഫി കുടിക്കുകയാണ്. ഞാൻ കോഫിയാണ് കുടിക്കുന്നത്. അപ്പുറത്തിരിപ്പുണ്ട്. അവരും ചായ കുടിക്കണം, നമ്മളും ചായ കുടിക്കണം. വടയും നല്ല ചമ്മന്തിയൊക്കെ ഉണ്ട്. നല്ല തേങ്ങ ചമ്മന്തിയും വടയും. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോകാം. റൂമിൽ പോയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ.
2 വ്ളോഗർമാർ കൊണ്ട് അവിടെ തിരിഞ്ഞിരിക്കുന്നുണ്ടല്ലയോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുന്നു. ഇതാണ് പൂൾ. ഗൈസ് ഇതാണ് നമ്മുടെ ബെഡ്റൂം. റൂമിൻ്റെ പുറത്ത് നിന്നുള്ള വ്യൂ ആണിത്. നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. 2nd ഫ്ലോറിലാണ് റൂം. നാളെ ഒരു രക്ഷയില്ല. ആണ്ടേ ഇത് റൂമിൻ്റെ വെളിയിലെ ബാൽക്കണി വ്യൂ ആണ്. അടിപൊളി. ഇത് ബെഡ്റൂം. ഞാനിവരുടെ കൂടെ കിടക്കുന്നത്. ഞാനിതുകൊണ്ട് രശ്മിയുടെയും കൂടെ കിടക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് റൂമൊന്നുമില്ല. ഇത് ചെറിയൊരു ഹാള് പോലെ ആണ്. റെഡ് ബുള്ളും സാധനമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാത്റൂം കാണിച്ചു തരാം. നല്ല കിഡിലും ബാത്റൂം കണ്ടോ. ഇതാണ് ഞങ്ങളെ വില്ലയിലെ റൂമിൽ നിന്ന് ബാൽക്കണിയിലുള്ള വ്യൂ. അടിപൊളി വ്യൂ പോയിന്റ്. കുറച്ച് കോടയുടെ കുറവുണ്ട്. വേണ്ടേ ഇത് കണ്ടോ. അടിച്ചു കെട്ടി വീണ് വായെല്ലാം മുറിഞ്ഞിരിക്കുള്ളൂ. എന്നിട്ടും കസേര പുറത്താ. ആര് ഹായ് പറഞ്ഞേ. സിപ്പ് ലൈനിൽ കയറാൻ പോയ നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ പോയില്ല. ഇതിൽ വേണം നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ പോയതിന്. അപ്പം എല്ലാവരും വന്നോ? ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ബഗ്ഗിയുണ്ട്. ഇപ്പം വീശിത്തിരിക്കാൻ പോകാം. നമ്മളിനി സിപ്പ് ലൈനിൽ കയറാൻ പോകണം. ആളെ കൊണ്ട് പോയി കൂടെ ഞങ്ങൾ പോകുന്നുണ്ട്. അവർ താഴെ പോയി തിരിച്ചു വരുമോ? കയറിയിട്ട് അടുത്തത് പിള്ളേരെയൊക്കെ അവരുടെ ആക്ടിവിറ്റീസിലോട്ട് കയറ്റി വിടാൻ വേണ്ടി പോവാം. അടിപൊളി റിസോർട്ടാണ്. ഭയങ്കര വൈബ്. അങ്ങനെ പൂളിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൻ ഡാൻസിലൊക്കെ പോയി കുറേ നേരം ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തു. അവിടെ നിന്ന് ഇനി നേരെ റൂമിൽ പോയി ഡ്രസ്സ് മാറണം. രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് മൂന്നാർ ടൗണിലൊന്ന് പോയി അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ രാത്രി വണ്ടി കൊണ്ടുവന്ന് മൂന്നാർ ഒതുക്കിയിട്ട് ടൗണിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക. ഭയങ്കര തിരക്കാണ് കേട്ടോ. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആളാണ്. പിള്ളേരൊക്കെ ഉറക്കുക. അതുകൊണ്ട് ചെവി പുതപ്പിച്ച് ഉറങ്ങുന്നുണ്ടല്ലോ. എല്ലാവരും ഉറക്കുക. പിള്ളേർ കപ്പിൾസ് നടന്നു വന്നുണ്ടോ ഗൈസ്? സാറാ മാവേലിക്കര സ്റ്റേഷനിലല്ലയോ? ജയിലില്ലേ? നിങ്ങൾ കപ്പിൾസ് ആണോ? എന്താണ് ഇവിടെ? അതിനു വേണ്ടി തണുപ്പുണ്ടോ? കൈയും കെട്ടി കിടക്കാൻ. മീനൊക്കെ പൊരിച്ചു വെച്ചിരിക്കുന്നു. ചിക്കൻ ഫ്രൈ, അയില ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. ചൂടൊന്നുമില്ല കേട്ടോ. ബീഫ് കറി ആണെന്ന് പറഞ്ഞ് എന്തോ തന്നെ ബീഫ് കറി ഉള്ളതില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ റൂമിലോട്ട് പോകണം. നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.